എന്താ ബാല? വെറുതെ ഒന്ന് കാണാൻ. ഞാൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്നപ്പോ എനിക്ക് രക്തം തരാൻ തയ്യാറാണല്ലേ, ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഓ, അതിലൊക്കെ എന്തിരിക്കുന്നു. ബാലനെ പോലെ ഊർജ്ജസ്വലതയുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവന് വലിയ വിലയുണ്ട് ബാല. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. വലിയ കഷ്ടമായിപ്പോയി. ബാലന്റെ സ്ഥിതി കണ്ടപ്പോഴുണ്ടായ നിരാശ കൊണ്ടാവും ആ കുട്ടിയെ കടുങ്കൈ ചെയ്തത്. എന്നെ അന്ന് രാത്രി തല്ലിച്ചതച്ചത് ആരായിരിക്കുമെന്നാണ് മുതലാളിയുടെ ഊഹം? ഞാൻ പിറ്റേന്ന് തന്നെ സർക്കിളിനെ ചെന്ന് കണ്ടിരുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. ഓ, അതങ്ങനെ ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ മുതലാളി? എന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയാം. എടാ ദ്രോഹി! ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? ഞാൻ അനന്തൻ നായർ. എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വരണം. ഒരു തെമ്മാടി ഇവിടെ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. തെമ്മാടിയോ? ആക്രമിക്കാൻ വന്നു? ഹലോ, ആരാ ആരാ ആരാ? ഹലോ ഹലോ, കുഴപ്പമായോ? എന്താ സാർ? അക്രമം നടക്കുകയാണ്. എല്ലാവരും തയ്യാറായിക്കോളൂ, എന്നും സംഭവിക്കാം. അനന്തൻ നായരുടെ വീട്ടിൽ അക്രമം നടക്കുന്നു. ഉടനെ പോകണം. നിങ്ങൾ പോയപ്പോരെ? ഇവിടെ സ്റ്റേഷനിൽ ആരുമില്ലല്ലോ. അത് മുതലാളിക്ക് ഇഷ്ടമല്ല സാർ. സാറും കൂടെ വരൂ. സാർ പോകണം. ജീപ്പുണ്ട്, ഞാൻ ഇവിടെ ഇരുന്നുള്ള. എങ്കിൽ തോക്കിൽ ലാത്തി എല്ലാം എടുത്തോളൂ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. സാർ എന്തിനാ ഭയപ്പെടുന്നത്? ആര് പറഞ്ഞു ഭയമുണ്ടെന്ന്? എന്നാലും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കണ്ടേ? പ്രിക്കോഷൻ. റെഡിയാക്കും. നിർത്തു, നിർത്തു, അക്രമം നിർത്തു. വെടിവെക്കും, നിർത്തു. തോക്കാണ്, വെടിവെക്കും, നിർത്തു. നോക്കി നിൽക്കാന്നോ? അവരെ പിടിച്ചു മാറ്റോ. ഈ നാട്ടിലെ ഒരു പട്ടിയും ഇക്കാലം വരെ അനന്തൻ നായരുടെ മുമ്പിൽ ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എന്ത് വേണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ടില്ല ഞാൻ പോലീസിനെ വിളിപ്പിച്ചത്. പുതിയ ഇൻസ്പെക്ടർക്ക് ഞാൻ ഒരു അവസരം തന്നതാണ്. ഇനി ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ മേലാൽ ആവർത്തിക്കരുത്. എടാ, നിന്നെ കൊന്നു കൊല വിളിക്കാൻ ഞാൻ അടങ്ങില്ലടാ. ഇവനെ പിടിച്ചുകൊണ്ട് പോകൂ. കൊണ്ടുപോകൂ. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ അക്രമങ്ങൾ ഉണ്ടാകരുത്. അനന്തൻ നായരുടെ വീട്ടിൽ പോയി കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് വലിയ തെറ്റായിപ്പോയി. തെറ്റും ശരിയൊന്നും സാറ് നോക്കണ്ട. മുതലെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സഹതാപം ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. തല്ലണമെങ്കിൽ തല്ല, കോടതി കയറ്റണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ സാർ ഒന്ന് മനസ്സിലാക്കണം, ആ അനന്തൻ നായർ ചോറ് കൊടുത്തു പോറ്റുന്ന കുറെ കൂലിപ്പട്ടികൾ എന്നെ തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കി. ആഴ്ചകളോളം ഞാൻ ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. സംശയകരമായ ചുറ്റുപാടുകൾ എന്റെ ഭാര്യ മരിച്ചു. ഇതൊന്നും കാണാൻ കണ്ണില്ലാത്ത പോലീസുകാരിൽ നിന്നും ന്യായമോ നീതിയോ കിട്ടുകയില്ലെന്ന് എനിക്കറിയാം. ഈ കാക്കിക്കുപ്പായത്തിനുള്ളിലെ മനസാക്ഷി മരിച്ച് മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് വേണം സാർ ആദ്യം അന്വേഷിക്കാൻ. ഇവിടെ ഞാൻ ചാർജ് എടുത്തപ്പോ അങ്ങനൊരു കേസൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്. അനന്തൻ നായർക്കെതിരെ ചാർജ് ഷീറ്റ് എഴുതാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരനും ഈ സ്റ്റേഷനിൽ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല. സാർ, ലാത്തിയുടെ ചൂടറിഞ്ഞാൽ ഇവൻ പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തുനിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോലി കാണിച്ചെന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്റെ ശരീരത്തിന് അനന്തൻ നായർ എറിഞ്ഞിരുന്ന എച്ചിലിന്റെ മണമില്ല. സാറേ, ഇതിലൂടെ ഒഴുകുന്നത് ആത്മാഭിമാനത്തിന്റെ രക്തമാണ്. എന്താ പേര്? ബാലൻ. മിസ്റ്റർ ബാലൻ, അനന്തൻ നായരുടെ വീടെന്നല്ല, എവിടെ അക്രമം കാണിച്ചാലും അത് നിയമനിഷേധമാണ്. നിങ്ങൾ ഇനി തെറ്റ് ആവർത്തിക്കരുത്. നിങ്ങളെ തല്ലിച്ചതച്ചവരാരായിരുന്നാലും ശരി, അവരെ നിയമാനുസൃതം ശിക്ഷിക്കും. ഇനി ഈ സ്റ്റേഷൻ അതിർത്തിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കാം. അനന്തൻ നായരോട് ഞാൻ സംസാരിക്കാം. വിളിക്കുമ്പോൾ വരണം. നിങ്ങളുടെ ഭാര്യയുടെ മരണത്തെക്കുറിച്ചും അന്വേഷണം നടത്തും. ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഉറപ്പ് തരാമെങ്കിൽ മിസ്റ്റർ ബാലൻ ഇപ്പൊ പോവാം. സാർ, അവനെ അകത്താക്കേണ്ടതായിരുന്നു. മുതലാളിക്ക് ദേഷ്യം വരും. അകത്താക്കിയ ബാലിന് ദേഷ്യം വരും. അവനും കുഴപ്പക്കാരനാണേ.
പിന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ശരിയും തെറ്റുമൊന്നുമല്ല എന്റെ പൊന്നു സാറേ പ്രശ്നം. മുതലാളിയെ വെറുപ്പിക്കാതിരിക്കുന്നതാ ബുദ്ധി. എന്ന് വെച്ചാ എനിക്കൊരു മനസാക്ഷിയില്ലേ? സാറിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. വരുന്ന പോലെ വരട്ടെ, മരിക്കണമെങ്കിൽ മരിക്കട്ടെ. അല്ല പിന്നെ ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അനന്തൻ നായർക്ക് ദേഷ്യം തോന്നാൻ ഇത് തന്നെ ധാരാളമാണ്. മാഷെ, എനിക്ക് എതിർക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ ഭീരുത്വം എന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. എടോ, ആകെ മുങ്ങിയ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? പോണേ പോട്ടടോ. ഹെഡ് കോൺസ്റ്റബിൾ ചാത്തുക്കുട്ടിക്ക് മോഹൻദാസ് എന്നൊരു മകൻ ജനിച്ചിട്ടില്ലെന്ന് ധൈര്യമായിട്ട് അങ്ങ് വിചാരിക്കുക. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ ഇവിടെ പരിവർത്തനത്തിന്റെ പാത വെട്ടാൻ കഴിയൂ. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കടോ. പട്ടാപ്പകൽ വീട്ടിൽ കയറി വന്ന് തല്ലുണ്ടാക്കിയ ഒരു അക്രമിയെ എന്തർത്ഥത്തിൽ വെറുതെ വിട്ടു എന്നാണ് ചോദിക്കുന്നത്. അക്രമികളെ നേരിടാൻ കഴിവില്ലെങ്കിൽ ഈ കാക്കിക്കുപ്പായ ഊരി വെച്ച് സലാം പറഞ്ഞ് പോകണം സാറേ. താനാരാ? പറഞ്ഞോ, താനാണ് എനിക്ക് കാക്കിക്കുപ്പായം തയ്ച്ചെന്ന്? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ, ഇറങ്ങി പോടാ. എന്റെ ആളുകളെ ചീത്ത വിളിക്കുന്നത് എന്നെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. ഞാനേ ഒരു സാധുവാ, ഭീരുവാ. പക്ഷെ ഈ നാറി എന്നോട് ഊരി വെക്കാൻ പറഞ്ഞ ആ കാക്കി കുപ്പായുണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടത് പലതും പ്രതീക്ഷിച്ചുകൊണ്ടാ. ആ കുപ്പായത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. ഏമാമാരുടെ ഏറാം മൂളികൾ എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങും. ഒരു ഭീരുവിനെ പോലെ 1000 തവണ മരിക്കുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ ഒരു ദിവസം ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരും എന്നെ വിലട്ടാൻ നോക്കണ്ട. ഓഹോ, എങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്നെ അനുസരിക്കാതിരുന്നിട്ടില്ല. അനുസരിപ്പിക്കാൻ 5-6 പട്ടികളെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിയാൽ മതി. തൊപ്പി തെറിക്കുന്നതിന് മുമ്പ് വീണ്ടും വിചാരം ഉണ്ടായാലും എല്ലാവർക്കും നന്ന്. കഴുത്തിന് മോളി തലയിലുള്ളടത്തോളം കാലം തൊപ്പി അവിടെ തന്നെ കാണും. കാണാം. കാണാം. ബാലൻ എന്തെങ്കിലും ഒരു തീരുമാനം പറ. ഇന്ന് രാത്രി സൊസൈറ്റിയുടെ രോഗമില്ലത്ത് കൂടണമെന്ന് തീരുമാനിച്ചിരിക്കാൻ. ബാലൻ വരണം. അനന്തൻ നായരെ അവസാനിപ്പിക്കാതെ ഒരു സൊസൈറ്റി ഇവിടെ രക്ഷപ്പെടില്ല. എനിക്കിപ്പോ മുകളിൽ ആകാശം, താഴെ ഭൂമി. ചിലപ്പോ തൂക്കിക്കൊല്ലുമായി, അത്രയല്ലേ ഉള്ളൂ. കൊല്ലുന്നത് ഒന്നിനും ഒരു പരിഹാരമാവില്ല ബാല. ഒരു അനന്തൻ നായർ മരിച്ചാൽ 1000 അനന്തൻ നായർ വരും. അടിച്ചമർത്തപ്പെട്ടവന് സംഘബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. ബാലന്റെ സാന്നിധ്യം സൊസൈറ്റിക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന്? കൂടെ നിൽക്കണം. ബാലൻ കൊലമരത്തിൽ കയറിയതുകൊണ്ട് നാട്ടുകാർക്ക് എന്തു ഗുണം? ബാലന്റെ പക, ബാലന്റെ പ്രതിഷേധം ഒക്കെ ക്രിയാത്മകമായി തിരിച്ചുവിടണം എന്നാണ് എന്റെ അപേക്ഷ. സൊസൈറ്റിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാവണത് വരെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ. എത്ര ചാക്ക് വേണമെങ്കിലും അടുക്കി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. സൊസൈറ്റി കാരണം തിരുമേനിക്ക് ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ലെന്നേ ഉള്ളൂ. ആരാ ഇപ്പൊ വിഷമിപ്പിക്കാൻ പറയണേ? അനന്തൻ നായരുടെ എതിർപ്പുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ എതിർപ്പ് എത്രത്തോളം ഉണ്ടാവുമെന്ന് കാണാൻ തന്നെയാ ഞാൻ കാത്തിരിക്കണേ. കുറെ നാളായിട്ട് സഹിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇത്രയും ആൾക്കാർ കൂടെ ഉള്ളപ്പം ഇനിയെ പേടിക്കുക പേച്ചത്തിലല്ലേ അത്? വേണച്ചാൽ കർഷക സഹകരണ സംഘം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയ ബോർഡും പഠിക്കോളൂ. അപ്പോ ആ പ്രശ്നം അങ്ങനെ കഴിഞ്ഞു. ഇനി വേണ്ടത് ധൈര്യമായിട്ട് എല്ലാവരും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അതോടെ നമ്മുടെ സൊസൈറ്റി പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നർത്ഥം. ഏലമായാലും കുരുമുളകായാലും ദിവസം തോറും വില കയറി വരികയാണ്. നമ്മുടെ സാധനങ്ങൾക്ക് ഏറ്റവും നല്ല വില കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ വിൽക്കൂ എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റിക്ക് വളരാൻ കഴിയൂ.